ഓം ശരവണ ഭവ. ചൊവ്വാഴ്ചയുള്ള നമ്മളുടെ ആറുമുഖ വിളക്ക് തെളിയിച്ച് ാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എല്ലാവരും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭഗവാന് ആറുമുഖ വിളക്ക്, ഓം വിളക്ക് ഒക്കെ തെളിയിച്ച് ധൂപ ആരതിയൊക്കെ കൊടുക്കണം. ഞാൻ ചില ദിവസങ്ങളിൽ ഭഗവാന് അഭിഷേകം ചെയ്യാറുണ്ട്. നിങ്ങൾക്കതിന് പറ്റുമെങ്കിൽ ഭഗവാന്റെ ഒരു ചെറിയ വിഗ്രഹം വാങ്ങിച്ചിട്ട് അഭിഷേകം ചെയ്യുകയും നെയ്യ് ഒഴിച്ചിട്ടാണ് ഈ ആറുമുഖ വിളക്ക് കത്തിക്കുന്നത്. ഓം വിളക്കും തെളിയിക്കണം. എല്ലാ ചൊവ്വാഴ്ചകളിലും മുടങ്ങാതെ നിങ്ങളിത് ചെയ്യണം. വെറ്റില ദീപമൊക്കെ തെളിയിക്കുന്നത് വളരെ ഉത്തമമാണ്. എൻ്റെ കൂട്ടായ്മയിലുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള നിങ്ങൾക്ക് ചൊവ്വാഴ്ച മുരുക ഭഗവാനുള്ള ദീപം തെളിയിക്കുന്നതുമായി സംബന്ധിച്ച് എന്ത് സംശയമുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. ഞാൻ നിങ്ങൾക്കതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞു തരാം. ആറുമുഖ വിളക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അറിയിച്ചാൽ മതി. അതും നിങ്ങളുടെ അഡ്രസ്സിൽ നമ്മൾ എത്തിച്ചു തരാം. അപ്പോൾ ആറുമുഖ വിളക്ക് തെളിയിക്കുന്നതും ഭഗവാന് ഓം വിളക്ക് തെളിയിക്കുന്നതും മുരുകനെ മുറുകെ നിങ്ങൾ പിടിച്ചോളൂ. നിങ്ങളുടെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും രോഗങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒരു പരിഹാരമാണ്. ഭഗവാൻ നമ്മളെ ഒരിക്കലും കൈവിടില്ല. എത്രത്തോളം ഭഗവാനോട് നമ്മൾ എത്ര അടുത്ത് ചെല്ലുന്നോ അത്രയും നമ്മളെ ചേർത്ത് നിർത്തും. എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. നിങ്ങൾ വസ്തു സംബന്ധമായ പ്രശ്നങ്ങൾ, വസ്തു വാങ്ങിക്കണം, അല്ലെ വീട് വാങ്ങിക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മുടങ്ങാതെ ചൊവ്വാഴ്ച വെറ്റില ദീപവും ആറുമുഖ വിളക്ക് തെളിയിക്കുക, ഓം വിളക്ക് തെളിയിക്കുക, ഇതൊക്കെ ചെയ്യണം. മുരുക ഭഗവാനെ നമ്മൾ എത്രത്തോളം ഭഗവാനിലേക്ക് നമ്മൾ ചെല്ലുന്നു അത്രത്തോളം ഭഗവാൻ നമ്മളെ ചേർത്ത് നിർത്തും. ഒരിക്കലും ഒരുപാട് പരീക്ഷണങ്ങൾക്ക് നമ്മളെ വിധേയരാക്കത്തില്ല. നിങ്ങൾക്ക് ഉടനടി അതിന് പരിഹാരം കാണും. അപ്പം സ്കന്ദഷഷ്ടി കവചവും വേൽമാറിലും ഒക്കെ എല്ലാവരും വായിക്കണം. പുസ്തകം വേണമെങ്കിൽ അറിയിച്ചാൽ മതി. അതും നമ്മൾ എത്തിച്ചു തരാം. നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയാലോ ഒരു ഗ്രൂപ്പ് പോലെ ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളുടെ പൂജകൾ എനിക്ക് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. അതിനൊരു വീഡിയോ എടുത്ത് അല്ലെങ്കിൽ അത് തയ്യാറാക്കി മുൻകൂട്ടി നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ന്യൂ ഇയർ മുതൽ തലേ ദിവസം തന്നെ അടുത്ത ദിവസം ചെയ്യേണ്ട പൂജകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ന്യൂ ഇയറിന് നിങ്ങൾ ലക്ഷ്മി പൂജ ചെയ്യണം. ലക്ഷ്മി പൂജ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ വിശദ വിവരങ്ങളുമായിട്ട് ഞാൻ വീഡിയോ ഇന്ന് തന്നെ ഇടാം, അല്ലെങ്കിൽ അടുത്ത ദിവസമാണെങ്കിലും ഇടാം. നാളെ നിങ്ങൾ ഏകാദശിയാണ്. ഭഗവാന് കൃഷ്ണന് പൂജകൾ വഴിപാടുകൾ ചെയ്യണം. പായസം വെക്കണം, ഒരു തുളസിമാല അണിയണം, ഭഗവാന് നെയ്ദ്യം വെക്കണം, പായസം വെച്ച് ദീപധൂപ ആരതി കൊടുത്ത് നെയ്വിളക്ക് കത്തിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കണം. ഓരോ ദിവസവും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പോൾ ചൊവ്വാഴ്ച നമ്മൾ നമ്മുടെ മുരുക ഭഗവാന് വേണ്ടി ചെയ്തു, വഴിപാടുകളെല്ലാം ചെയ്തു. അതിൻ്റെ എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാകും.